ഹലോ വെൽക്കം ബാക്ക് ടു പൊന്നൂസ് കുക്കിംഗ്. അപ്പോൾ ഇന്ന് നമ്മൾ ദോശയുടെ കൂടെയും അല്ലെങ്കിൽ നമ്മുടെ ഇഡ്ഡലിയുടെ കൂടെയും കഴിക്കാൻ പറ്റിയ ഒരു കിടുക്കാച്ചി ഒരു ചട്നി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാനിത് രണ്ട് രീതിക്ക് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ തേങ്ങ ചേർത്തിട്ടും തേങ്ങ ചേർക്കാതെയും. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണോ ടേസ്റ്റ് സൗകര്യം അതേ കണക്ക് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നേരെ വീഡിയോയിലേക്ക് പോയാലോ. ഫസ്റ്റ് ഞാനൊരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ആ പാനിലേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂണോളം അളവ് കോക്കനട്ട് ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. വേണമെങ്കിൽ സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഒലിവെണ്ണ യൂസ് ചെയ്യാം. ഇതിലേക്ക് എണ്ണ ചൂടാകുമ്പോഴേക്കും ഞാനൊരു 2 മീഡിയം സൈസ് സവോള ഇങ്ങനെ സ്ലൈസ് ചെയ്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമ്മളിതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് നമ്മളൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ അത്യാവശ്യം നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് വേറെ കുറച്ച് ഇൻഗ്രീഡിയൻ്റ് കൂടെ ചേർക്കുന്നുണ്ട്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 2 അല്ലി വെളുത്തുള്ളിയും പിന്നെ ഒരു പച്ചമുളകുമാണ് എടുത്തിട്ടുള്ളത്. എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് കൂടുതൽ പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടിക്കൊടുക്കാം. എന്നിട്ട് ഇതും ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് നമ്മളൊന്ന് വഴറ്റി കൊടുക്കുവാണ്. അപ്പോൾ ഈ ഉള്ളിയൊക്കെ അത്യാവശ്യം നമുക്ക് നന്നായിട്ട് തന്നെ വെന്ത് കിട്ടണം. ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ഞാൻ ഈ സമയം ചേർത്ത് കൊടുക്കുന്നുണ്ട്. കറിവേപ്പിലയുടെ ഫ്ലേവർ കൂടെ ആകുമ്പോഴേക്കും കുറച്ചുകൂടെ ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പം കൂടുതൽ നമ്മളിപ്പോൾ ഉപ്പ് കുറഞ്ഞു പോവുകയാണെങ്കിൽ ഏറ്റവും ലാസ്റ്റ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ അരച്ചെടുക്കുമ്പോൾ. അപ്പം നമ്മളിത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഉള്ളിയൊക്കെ മാക്സിമം നന്നായിട്ട് നമ്മൾ വഴറ്റിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ അറൗണ്ട് ഒരു പകുതി ഭാഗത്തോളം ഉള്ളി ഒന്ന് വെന്ത് വരുമ്പോഴേക്കും നമ്മളിതിലേക്ക് അടുത്ത് ചേർത്ത് കൊടുക്കുന്നത് തക്കാളിയാണ്. തക്കാളി നന്നായിട്ട് പഴുത്ത തക്കാളി ഒരു 3 വലിയ തക്കാളി എടുത്തിട്ടുണ്ട്. ചെറുതാണെങ്കിൽ ഒരു 4 എണ്ണമൊക്കെ നിങ്ങൾക്ക് എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നമ്മൾ ഇതെല്ലാം ഒന്ന് നന്നായിട്ട് വേവിച്ചെടുക്കണം. സവോളയും നമ്മുടെ തക്കാളിയെല്ലാം അത്യാവശ്യം നന്നായിട്ട് വെന്ത് കിട്ടണം. എന്നാലേ നമ്മുടെ ചട്നിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ ഇത് അടച്ച് വെച്ച് തന്നെയാണ് ഞാൻ കുക്ക് ചെയ്യുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഓപ്പൺ ചെയ്തിട്ട് നമ്മളൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് അത്യാവശ്യം നമ്മുടെ സവോളയും തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തുടഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത് ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് മസാലയാണ്. നമ്മുടെ എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടി നമ്മൾ ഈ സമയം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. വേണമെങ്കിൽ നിങ്ങൾക്ക് പകുതി എരിവ്, ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ സാധാരണ എരിവിൻ്റെ മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ എരിവ് മുളക് പൊടിയും പിന്നെ 1/2 ടീസ്പൂൺ കാശ്മീരിയും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതേ ആ മസാലയുടെ പച്ചമണമൊക്കെ അത്യാവശ്യം നന്നായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ഏറ്റവും ലാസ്റ്റ് 1 ടീസ്പൂണോളം അളവ് ഞാനിപ്പോൾ നമ്മുടെ ശർക്കര പൊടിച്ചതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ ഈ പൊടിച്ചതിന് പകരം ഒരു കഷ്ണം ശർക്കര ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാവുന്നതേ ഉള്ളൂ. എന്നിട്ട് ഇതെല്ലാം ചേർത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തിട്ട് നമ്മളൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്യുക. ഇതൊന്ന് നമുക്ക് തണുക്കാനായിട്ട് അനുവദിക്കണം. തണുത്തതിന് ശേഷമാണ് നമ്മൾ മിക്സിയിലിട്ടിട്ട് അരച്ചെടുക്കുന്നത്. അപ്പോൾ ഇതെല്ലാം തണുത്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് മിക്സിയുടെ ചെറിയ ജാറിലേക്കാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ക്വാണ്ടിറ്റി കൂടുതലാണുള്ളതെങ്കിൽ മിക്സിയുടെ വലിയ ജാർ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇത് അത്യാവശ്യം നന്നായിട്ട് നമ്മളൊന്ന് ഫൈൻ പേസ്റ്റായിട്ട് ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. വെള്ളം ഒന്നും ചേർക്കാൻ പാടില്ല. അപ്പോൾ ഇതേ നമ്മളിത് അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ഈ മിക്സിയുടെ ജാറിൽ നിന്ന് കുറച്ചൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് നമുക്ക് ഇങ്ങനെ തന്നെ സെർവ് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഞാൻ പകുതി പോർഷൻ മിക്സിയുടെ ജാറിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാനിപ്പോൾ 1 പിടി തേങ്ങയോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങ ചേർത്തിട്ടും നമുക്ക് ഈ ചട്നി അരച്ചെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് 2 രീതിക്ക് തയ്യാറാക്കാം. ആ മിക്സ് ആദ്യം ചേർത്തിട്ട് നമ്മൾ അരച്ചെടുക്കുന്നതും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചട്നിയാണ്. തേങ്ങ കൂടെ ചേർക്കുമ്പോഴേക്കും ഒരു പ്രത്യേക ടേസ്റ്റ് കൂടെ കിട്ടും. അങ്ങനെ 2 രീതിക്ക് നമുക്ക് ഈ ചട്നി തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ തേങ്ങയും ചേർത്തിട്ട് ഞാനിതൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇതേ നമ്മൾ തേങ്ങ അരച്ചതും ഇല്ലാതെ അരച്ചെടുത്തിട്ടുള്ള 2 തരത്തിലുള്ള ചട്നി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇത് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ തന്നെ സെർവ് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. ഇത് വന്നിട്ട് തേങ്ങ അരയ്ക്കാത്തതാണ്, തേങ്ങ ചേർത്ത് അരയ്ക്കാത്ത ചട്നിയാണ് നമ്മൾ നേരത്തെ തയ്യാറാക്കിയിട്ടുള്ളത്. പിന്നെ ഇത് വന്നിട്ട് തേങ്ങ ചേർത്ത് നമ്മൾ അരച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഈ 2 രീതിയിലുള്ള ചട്നിയും നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കുക. വേണമെങ്കിൽ ഇതിൻ്റെ പുറത്തേക്ക് നമ്മളൊന്ന് കടുകും കറിവേപ്പിലയും ഒന്ന് താളിച്ചിട്ടിട്ട് എണ്ണയിൽ നന്നായിട്ട് താളിച്ചിട്ടിട്ടും വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ ടേസ്റ്റി ആയിട്ടുള്ള ഈ ചട്നി ദോശയുടെ കൂടെയും ഇഡ്ഡലിയുടെ കൂടെയും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.